കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BA ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ BEGC 106 പോപ്പുലർ ലിറ്ററേച്ചർ എന്ന പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പേപ്പറിന്റെ BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ പേപ്പർ ആണ്. ഈ ഒരു പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ. ദ ഇഗ്നോ TEE PYQUA in-depth analysis and predictive exam guide for BEGC 106 popular literature is a strategic study companion tailored for students preparing for the term and examination in December 2024. This guide is meticulously designed to help students excel in their exams by providing a structured and analytical approach to understanding the course and its examination trends. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ December 2024 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി കമ്പാനിയൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് അവരുടെ എക്സാംസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനും അവരുടെ കോഴ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കാനും എക്സാമിനേഷൻ ട്രെൻഡ്സ് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Now let's look at the objectives and approach. The primary objective of this guide is to empower students with insights derived from previous year question paper, detailed syllabus mapping, and comprehensive exam trend analysis. By leveraging these data-driven strategies, the guide aims to demystify exam patterns, identify high probability topics, provide model answers. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോന്റെ ഒബ്ജക്റ്റീവ്സും അപ്രോച്ചും എന്താണെന്ന് നോക്കിയാല് നമുക്ക് മനസ്സിലാവും. സ്റ്റുഡൻസിന് മുൻകാല ചോദ്യ പേപ്പറുകളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ സിലബസ് ഡീറ്റെയിൽഡ് ആയി അനലൈസ് ചെയ്യാനും ആൻഡ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാം ട്രെൻഡ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാനുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്ട്രാറ്റജീസ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡീമിസ്റ്റിഫൈ എക്സാം പാറ്റേൺസ്, highlight the structure, common question formats and thematic focus areas of the exams. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ, ഓരോ എക്സാം പാറ്റേണും നമ്മൾ അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കോമൺ ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, ഏതൊക്കെ തീമിൽ നിന്നാണ് ഈ ഒരു എക്സാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആ ഫോക്കസ് ഏരിയാസ് ഒക്കെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അടുത്തതായി ഐഡന്റിഫൈ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ്. Use predictive analysis to pinpoint topics with a higher likelihood of appearing in the exams. അതായത് നമ്മുടെ predictive analysis ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റി അനലൈസ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Provide model answers. അതായത് നമുക്ക് ഇഗ്നോന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയക്ക് അനുസരിച്ചിട്ടുള്ള മോഡൽ ആൻസേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസിന്റെ റൈറ്റിംഗ് സ്കിൽസും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ദ ഗൈഡ് ഇസ് ബേസ്ഡ് ഓൺ ആൻ എക്സ്റ്റെൻസീവ് റിവ്യൂ ഓഫ് ദ BEGC 106 syllabus, past exams and current academic trends, ensuring that the material is both relevant and impactful. അപ്പൊ നമ്മൾ ഈ ഒരു ഗൈഡ്, എക്സാം ഗൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ BEGC 106 പോപ്പുലർ ലിറ്ററേച്ചർ എന്ന പേപ്പറിന്റെ സിലബസ്
മൈൻഡിൽ വെച്ചിട്ടും അതുപോലെ മുന്നേ നടന്ന എക്സാംസും ഇപ്പോഴത്തെ ഒരു അക്കാഡമിക് ട്രെൻഡ്സും എല്ലാം മനസ്സിലെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റും വളരെ ഇമ്പാക്ട്ഫുൾ ആണ്, സ്റ്റുഡൻസിന് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡോക്യുമെന്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ. This section sets the stage by explaining the guide's objectives and methodology, offering students a roadmap for utilizing the resource effectively. അപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ എന്താണ്, ഈ ഒരു സെക്ഷനിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് ഈ ഒരു ഗൈഡിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഒബ്ജക്റ്റീവ്സും മെത്തഡോളജിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടും സ്റ്റുഡൻസിന് ഒരു പ്രോപ്പർ റോഡ് മാപ്പ് ആണ് എങ്ങനെയാണ് ഈ ഒരു റിസോഴ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി. രണ്ടാമത്തേതാണ് syllabus mapping by blocks, units and topics with exam relevance. This section aligns the BEGC 106 syllabus to past exam trends, helping students prioritize their study efforts by focusing on topics with greater exam relevance. അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഓരോ ഈ നമ്മുടെ BEGC 106 എന്ന് പറഞ്ഞ പേപ്പറിന്റെ സിലബസിലെ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും അതിലെ ടോപ്പിക്സും എങ്ങനെയാണ് എക്സാമിന് എത്രത്തോളമാണ് ഇമ്പോർട്ടൻസ്, എക്സാമിന് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ടുള്ളതാണ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, a detailed breakdown of question types, weightage and distribution trends across sections ABC of previous exams. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ സെക്ഷനിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് അത് അനലൈസ് ചെയ്യാണ്. ഓരോ സെക്ഷനിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഓരോ സെക്ഷനിലും എത്രയാണ് വെയിറ്റേജ്, ഈ കാര്യങ്ങളൊക്കെയാണ് മുൻകാല ചോദ്യ പേപ്പറിൽ കൊണ്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും മുൻകാലത്ത് എത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. Based on data-driven insights, this section predicts potential topics and themes for the December 2024 term and examination. അതായത് നമ്മൾ ഏതൊക്കെ ടോപ്പിക് ആവും ഇനി വരാൻ പോകുന്ന ഡിസംബർ 2024 എക്സാമില് ഏതൊക്കെ ടോപ്പിക് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് എന്നുള്ളത് നമ്മൾ പ്രഡിക്ഷൻ അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. അടുത്തതാണ് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ 2024. Offers a simulated question paper that mirrors the actual exam structure, enabling effective practice. അതായത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം ആയിട്ട് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതില് നമ്മുടെ ആക്ച്വൽ എക്സാം എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സ്റ്റുഡൻസിന് ഒരു നല്ല പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്, എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളത് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. പ്രസൻസ് സാമ്പിൾ ആൻസേഴ്സ് വിത്ത് എ ക്ലിയർ ഇവാലുവേഷൻ റൂബ്രിക് to demonstrate the level of depth and critical engagement expected in exams. ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോഡൽ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ എങ്ങനെയാണ് ഒരു ആൻസർ നമ്മൾ എഴുതിയാൽ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ റൂബ്രിക്സ് വെച്ചിട്ടാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തതാണ് ഡേറ്റ ഡ്രിവൻ അപ്രോച്ച്. This guide employs a systematic and analytical approach by leveraging past exam trends, analyzing previous year's question papers 2022 to 2023 to identify patterns in question types, thematic focus and recurring topics. അപ്പോൾ ഈ ഒരു ഗൈഡിൽ നമ്മൾ പാസ്റ്റ് എക്സാം ട്രെൻഡ്സ് മുന്നേ ഉള്ള അതായത് 2022-23 വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിലുള്ള ക്വസ്റ്റ്യൻ ടൈപ്സും ഏതൊക്കെ തീംസ് ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസ് ആണ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തതാണ് സിലബസ് അലൈൻമെന്റ്. മാപ്പിംഗ് ദി സിലബസ് യൂണിറ്റ്സ് ടു പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ടു പ്രയോറിറ്റൈസ് സ്റ്റഡി ഏരിയാസ് ഇഫക്റ്റീവ്ലി. അതായത് നമ്മള് ഓരോ സിലബസും നമ്മൾ യൂണിറ്റ് വൈസ് നോക്കിയിട്ട് പാസ്റ്റ് ക്വസ്റ്റ്യൻസ് മുന്നേ വന്ന ചോദ്യങ്ങൾ ഏത് യൂണിറ്റിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഏത് ഏരിയ നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതാണ് predictive analytics. Utilizing statistical and thematic analysis to anticipate the most likely questions and topics for the upcoming exam. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കലും
തീമാറ്റിക് അനാലിസിസും യൂസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ചോദ്യങ്ങളാവും ഇനി വരാനുള്ള എക്സാമിന് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ്. Predictive analysis is a cornerstone of this guide, enabling students to focus their efforts strategically, reducing the guesswork in exam preparation. The inclusion of model answer further enhances students' readiness by demonstrating the expected depth of answers, offering insights into presentation techniques and evaluation parameters, building confidence in handling complex and critical questions. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് സ്റ്റുഡൻസിന് അവര് സ്ട്രാറ്റജിക്കലി ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. നമുക്ക് എക്സാമിന്റെ പ്രിപ്പറേഷനിൽ ഒരു ഗസ് വർക്ക്, അതായത് ഈ ഒരു ഏരിയയിൽ നിന്നാവോ ഏറ്റവും കൂടുതൽ വരുന്നത്, ഒരു ഗസ് ആയിരിക്കും നമ്മൾ പഠിക്കുമ്പോഴൊക്കെ. അപ്പൊ ഈ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസ് കൊണ്ട് നമുക്ക് ആ ഗസ് വർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ നമുക്ക് ആൻസേഴ്സ് എത്രത്തോളം ഡെപ്തിലാണ്, എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് വേണ്ടത് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അതുപോലെ എങ്ങനെയാണ് ഒരു ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത് എന്നും അതിന്റെ ഇവാലുവേഷൻ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ക്രിട്ടിക്കലും, അതായത് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസും കുറച്ച് ഡിഫിക്കൽട്ടായി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. അടുത്തതാണ് tailored for BEGC 106 popular literature. BEGC 106 delves into themes of popular culture, genres like crime and science fiction, graphic narratives, and the intersections of literature with media. This guide emphasizes the unique aspects of the course, such as analyzing canonical versus popular works, exploring cultural ideologies, and understanding the evaluation of popular genres. By aligning these elements with past exam trends, the guide ensures that students are well prepared for both analytical and application-based questions. With this resource, students will gain a holistic understanding of the course and develop the confidence to excel in the December 2024 term and examination for BEGC 106. അപ്പോൾ നമ്മുടെ ഈ ഒരു BEGC 106 പോപ്പുലർ ലിറ്ററേച്ചർ എന്ന പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പേപ്പറിൽ കൂടുതലായിട്ടും ഒരു പോപ്പുലർ കൾച്ചറിനെ പറ്റിയിട്ടാണ്, പോപ്പുലർ കൾച്ചറിന്റെ തീംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോ ക്രൈം അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ, ഗ്രാഫിക് നെറേറ്റീവ്സ്, ഇങ്ങനത്തെ ഒക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലിറ്ററേച്ചറും മീഡിയയും തമ്മിലുള്ള ഒരു കൊളാബറേഷനും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു പേപ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കുറച്ചും കൂടി പോപ്പുലർ വർക്ക്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാനും, അതുപോലെ കൾച്ചറൽ ഐഡിയോളജീസ് അല്ലെങ്കിൽ പോപ്പുലർ ജോണേഴ്സ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേയുള്ള എക്സാം ട്രെൻഡ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗൈഡ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് അനലിറ്റിക്കലും ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് നമ്മൾ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സിലബസ് ഓവർവ്യൂ വിത്ത് എക്സാം റെലവൻസ്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. നമ്മളെ സിലബസിലെ ഓരോ ബ്ലോക്സും യൂണിറ്റ്സും വെച്ചിട്ട്
എങ്ങനെയാണ് എക്സാമിന് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് വാട്ട് ഈസ് പോപ്പുലർ ലിറ്ററേച്ചർ. ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്? കൾച്ചർ, സിവിലൈസേഷൻ, ഐഡിയോളജി, പോപ്പുലർ കൾച്ചർ, ഡിഫൈനിങ് പോപ്പുലർ ലിറ്ററേച്ചർ, ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്. അപ്പൊ ഇത് ഇനി നമ്മൾ നെക്സ്റ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ എത്ര ഫ്രീക്വന്റ് ആയിട്ട് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ 6 തവണ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എത്രയാണ്? വളരെ ഹൈ ആണ്. അതായത് 6 തവണ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു യൂണിറ്റ് എന്നാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ദ കാനോണിക്കൽ ആൻഡ് ദ പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്? ഡിഫൈനിങ് ദ കാനോൺ, പോപ്പുലർ ക്ലാസിക്സ്, ഹൈബ്രോ വേഴ്സസ് ലോബ്രോ, മിത്സ് ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസിൽ എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്? 5 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് വെച്ചാൽ ഹൈ തന്നെയാണ്. അടുത്തത് യൂണിറ്റ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കാഡമിക് അപ്രോച്ചസ് ആണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, ജോണർ ഫിക്ഷൻ, ഓഡിയൻസ് ഓർ റീഡർഷിപ്പ്, സോഷ്യോളജിക്കൽ റീഡിംഗ്. അപ്പൊ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് എത്ര തവണ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്? 4 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി യൂണിറ്റ് 4 ആയിട്ടുള്ള പോപ്പുലർ ലിറ്ററേച്ചർ ടുഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഹിസ്റ്ററി ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ, യങ് അഡൽട്ട് ലിറ്ററേച്ചർ, ഡിജിറ്റൽ ടെക്സ്റ്റ്, ഇതൊക്കെയാണ്. അപ്പൊ ഈ ടോപ്പിക്സിൽ നിന്ന് എക്സാമിൽ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? 4 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു മീഡിയം ആണ്. ഇനി അടുത്ത സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് എന്താണ് സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഹിസ്റ്ററി ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ഗ്രാഫിക് നോവൽസ് ആൻഡ് ഫാന്റസി നോവൽസ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നിന്ന് എത്രത്തോളം എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്? 7 തവണ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലാംഗ്വേജ്, സെൻസ് ആൻഡ് നോൺ സെൻസ്, ചെസ് മോട്ടീവ്, ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെ പറ്റി എക്സാംസിൽ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ തന്നെയാണ്. നമ്മൾ നല്ലവണ്ണം പഠിക്കേണ്ട ഏരിയാസ് തന്നെയാണ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 3 ആയിട്ടുള്ള യങ് അഡൽട്ട് ഫിക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ യൂണിറ്റില്? റൈറ്റിംഗ്സ് ഫ്രം ശ്രീലങ്ക, ബിൽഡിംഗ്സ് ഇൻ റോമൻ ഓർ കൗണ്ടർ ബിൽഡിംഗ്സ് ഇൻ റോമൻ. അപ്പം ഇത് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് എത്ര തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്? 6 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ വളരെ ഹൈ ആണ്. ഈ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫണ്ണി ബോയ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ക്വിയർനെസ് ആൻഡ് സെൽഫ് ഐഡന്റിറ്റി, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി, നേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി, ഈ ഒരു ടോപ്പിക്സ് ആണ് ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് എത്രത്തോളം എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്? 8 തവണ ഫ്രീക്വന്റ് ആയിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വെരി വെരി ഹൈ എന്ന് നമുക്ക് തന്നെ പറയാം. അത്രയും ഹൈ ഇമ്പോർട്ടൻസ് ലെവലുള്ള ഒരു യൂണിറ്റ് ആണ്. അടുത്ത നമ്മൾ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ്? ക്രൈം ഫിക്ഷൻ ആണ്. അതായത് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി, സെൻസേഷൻ ഫിക്ഷൻ, ഹാർഡ് ബോയിൽഡ് നോവൽസ്. അപ്പൊ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് എത്ര തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്? 6 തവണയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ തന്നെയാണ്. ഇനി സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള അഗത ക്രിസ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കൺവെൻഷൻസ് ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, സോഷ്യൽ മില്യൂ, നെറേറ്റീവ് സ്ട്രാറ്റജി, ഇതൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. ഇതും എക്സാമിന് 7 തവണ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ തന്നെയാണ്. ഇനി യൂണിറ്റ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് സയൻസ് ഫിക്ഷൻ. അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് വെച്ചാൽ ടൈപ്പോളജീസ്, തീംസ് ഒക്കെയാണ്. അപ്പൊ അത് എക്സാമിന് 5 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. ഓക്കെ, ഹൈന്റെ അത്രയില്ല, മീഡിയം ലെവലാണ്. ഇനി 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഉർസുല കെ ലെ ഗ്യൂൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ വൺസ് ഹു വാക്ക് അവേ ഫ്രം ഒമീലാസ്, ഈ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ എക്സാംസിൽ എത്രയാണ്? 6 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ്. ഇനി നമ്മൾ 4th ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഭീമയാന എന്ന് പറഞ്ഞ വർക്കാണ്. അപ്പൊ അതിൽ കാസ്റ്റ് റെപ്രസെന്റേഷൻ, ഗോണ്ട് ആർട്ട്, നെറേറ്റീവ് സ്ട്രാറ്റജീസ്, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതും എക്സാംസിൽ 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ തന്നെയാണ്. 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്രാഫിക് നെറേറ്റീവ്സ് എടുക്കുകയാണെങ്കിൽ വി ഹാവ് സെറ്റയർ, ഗ്രാഫിക് നെറേറ്റീവ് ടെക്നിക്സ്. അപ്പൊ ഇത് എക്സാമിന് 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ഇമ്പോർട്ടൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ മീഡിയം ആണ്.
നമ്മൾ യൂണിറ്റ് 3 ആയിട്ടുള്ള ലിറ്ററേച്ചർ ആൻഡ് സിനിമ നോക്കുകയാണെങ്കിൽ വി ഹാവ് അഡാപ്റ്റേഷൻ, ഫിഡിലിറ്റി, ക്രിറ്റിസിസം. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് 5 തവണയാണ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. ആൻഡ് 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബ്ലൂ അംബ്രല്ല നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ റസ്കിൻ ബോണ്ടിന്റെ സ്റ്റൈൽ, അഡാപ്റ്റേഷൻ ടെക്നിക്സ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് 5 തവണയാണ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. ഇനി നമ്മള് ഓരോ ടോപ്പിക്സിന്റെയും വിഷ്വലൈസേഷൻ ആണ്, അതായത് നമ്മളെ ബാർ ചാർട്ട് കൊണ്ട് നമ്മൾ എത്ര തവണ ഓരോ ടോപ്പിക്സിൽ നിന്നും ഓരോ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ബാർ ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള ചിൽഡ്രൻസ് ആൻഡ് യങ് അഡൽട്ട് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന്, ഒരു ബ്ലോക്കിൽ നിന്നാണ്. അതിൽ 25% അത്രയാണ് നമുക്ക് കാണാൻ സാധിക്കും. 25-നേക്കാളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 3-യിൽ നിന്നാണ്. അതായത് ബ്ലോക്ക് 3 എന്ന് പറഞ്ഞാല് ഡിറ്റക്റ്റീവ് ആൻഡ് സയൻസ് ഫിക്ഷൻ. അപ്പൊ അതൊരു 25-ന്റെ കുറച്ച് താഴെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ 3rd പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 4-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഗ്രാഫിക് നെറേറ്റീവ്സ്. പിന്നെ ഏറ്റവും ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് ആയ ഇൻട്രൊഡക്ഷനിൽ നിന്നാണ്. ഇനി നമ്മൾ ഈ ഒരു പൈ ചാർട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ബ്ലോക്സിൽ നിന്നും എത്രത്തോളമാണ് ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 29.4% ആണ് ഏറ്റവും ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3rd ബ്ലോക്ക് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ആൻഡ് സയൻസ് ഫിക്ഷൻ, അതിൽ നിന്ന് 26.5% ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനിൽ 23.5% ആണ്. പിന്നെ ബ്ലോക്ക് 4-ൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 20.6% ആണ് വന്നിട്ടുള്ളത്. അനാലിസിസ് ആൻഡ് സ്റ്റഡി റെക്കമെൻഡേഷൻസ്. അപ്പൊ ഈ ഒരു അനാലിസിസ്, ഈ ഒരു ചാർട്ടുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനി സ്റ്റഡി റെക്കമെൻഡേഷൻസ് പറയാൻ പോകണം. ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഫോക്കസ് ഓൺ ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ലൈക്ക് ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ, ഫണ്ണി ബോയ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് ക്രൈം ഫിക്ഷൻ ഹാവ് ബീൻ ഹൈലി റെക്കറന്റ്. പ്രയോറിറ്റൈസ് ദീസ് ഫോർ എക്സാം പ്രിപ്പറേഷൻ. അപ്പൊ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുമുണ്ട്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റുമാണ്. ഓക്കെ, അപ്പൊ അതായത് ഏതൊക്കെയാണ് ആ ടോപ്പിക്സ്? ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ, ഫണ്ണി ബോയ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ക്രൈം ഫിക്ഷൻ. ഓക്കെ, ഇനി ലെവറേജ് പാസ്റ്റ് പാറ്റേൺസ്. Units with medium importance like digital text and graphic narratives should be reviewed for comprehensive understanding as they are occasionally featured in longer answer sections. അപ്പൊ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചില യൂണിറ്റ്സ് നമ്മൾ പറയല്ലോ മീഡിയം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോ ആ ഒരു ഇതൊക്കെ നല്ലൊരു കോംപ്രഹെൻസീവ്, നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മൾ പഠിക്കാൻ. കാരണം ചിലപ്പോൾ അവർ ലോങ് ആൻസർ സെക്ഷനിലും ചോദിക്കാം ആ ക്വസ്റ്റ്യൻസ്. ഇനി ഇന്റഗ്രേറ്റ് തിയറി വിത്ത് എക്സാമ്പിൾസ്. For topics like detective fiction or young adult fiction, prepare with both theoretical frameworks and textual examples. അപ്പൊ നമ്മൾ ഇനി ഡിറ്റക്റ്റീവ് ഫിക്ഷൻ അല്ലെങ്കിൽ യങ് അഡൽട്ട് ഫിക്ഷൻ ആ ഒരു ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ തിയററ്റിക്കൽ ഫ്രെയിംവർക്സ് കൊണ്ടും ആൻസർ ചെയ്യണം. അതുപോലെ ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ്, ഓക്കെ, ടെക്സ്റ്റിൽ നിന്നുള്ള ലൈൻസും ഒക്കെ എക്സാമ്പിൾ ആയി കൊടുത്തിട്ട് വേണം നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ. അടുത്തതായിട്ടുള്ളതാണ് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്.
So first one, question formats in IGNOU exams. IGNOU's BEGC 106 exams are divided into 3 sections, A, B and C with distinct question formats. അപ്പൊ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് നോക്കാൻ പോവാണ്. 3 സെക്ഷൻസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ളത്, സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ എന്റെ ആണ് നോക്കാൻ പോകുന്നത്, ഷോർട്ട് നോട്ട്സ്. അതായത് 20 മാർക്കിനാണ് മൊത്തം ആ ഒരു സെക്ഷൻ വരുന്നുണ്ടാവുക. അപ്പൊ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് മസ്റ്റ് റൈറ്റ് 4 ഷോർട്ട് നോട്ട്സ് 100 words each out of 6 provided topics. അതായത് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതണം, 6 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അതിൽ 4 ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും 100 വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജൂൺ 2022 നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റ് മോഡേണിസം, കീഷ് എന്ന് പറഞ്ഞ ടോപ്പിക്സ്. ഇപ്പൊ ഡിസംബർ 2023 ഹൈബ്രോ ആൻഡ് ലോബ്രോ, സൈബർ പങ്ക്, ഈ ഒരു ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ covers key terminologies and concepts, example literary theories, genres, tests concise writing and core understanding. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ട്സിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കീ ടെർമിനോളജീസ്, മെയിൻ ആയിട്ടുള്ള ടേംസ് അറിയോ, കോൺസെപ്റ്റ്സ് നമുക്ക് അറിയോ, അതുപോലെ ഏറ്റവും പ്രിസൈസ് ആയിട്ട് കൺസൈസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രം ആൻസർ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി എഴുതാൻ പറ്റുമോ എന്നൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ ബി നോക്കുകയാണെങ്കിൽ മീഡിയം ടു ലെങ്തി ആൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതായത് സ്റ്റുഡൻസ് ആൻസർ 2 questions ഫ്രം എ ചോയ്സ് ഓഫ് 1. 4 ക്വസ്റ്റ്യൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യുക. അതിന്റെ ഒരു എക്സാമ്പിൾസ് നമ്മൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ജൂൺ 2023 നമുക്ക് കാണാം ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക് ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ, അതുപോലെ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് ആസ് എ ഫാന്റസി ഫിക്ഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ഇനി ഡിസംബർ 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്, യങ് അഡൽട്ട് ലിറ്ററേച്ചർ തീംസ്, പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സിനിമാറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെക്ഷന്റെ കീ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ തീമാറ്റിക് ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, എൻകറേജസ് ആപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ടു ടെക്സ്റ്റ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമുക്ക് എത്രത്തോളം തീമാറ്റിക് ആയിട്ടും അനലിറ്റിക്കലുമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ അറിയാമെന്നും, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് തിയറീസ്, നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് എങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അടുത്ത ഇനി നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 60 മാർക്കിനാണ് മൊത്തം എസ് എ ക്വസ്റ്റ്യൻസ് വരിക. അതായത് 6 ക്വസ്റ്റ്യനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് ആൻസർ ചെയ്യണം, അത് 500 words എഴുതണം. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 2023 കാണാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഫണ്ണി ബോയ് ആൻഡ് ജെൻഡർ കൺസ്ട്രക്ട്സ്, അതുപോലെ ഭീമയാന ആൻഡ് ഗോൾഡ് ആർട്ട്. ഇനി ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് അനാലിസിസ് ഓഫ് ദ വൺസ് ഹു വാക്ക് അവേ ഫ്രം ഒമേലാസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇനി കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യനിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിന്റെ ഇൻഡെപ്ത് നോളജ് ഉണ്ടോ, പിന്നെ അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്കുണ്ടോ, ആൻഡ് ടെക്സ്ച്വൽ അനാലിസിസ്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് എ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ്, ഫ്രീക്വന്റ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്, അതായത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ബ്ലോക്സ് ഏതൊക്കെയാണ്. അപ്പൊ ബ്ലോക്ക് 2 ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടുള്ളത്, അതായത് ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ അതിൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് എസ്പെഷ്യലി ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് ഫണ്ണി ബോയ്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിലാണ് ചോദിച്ചിട്ടുള്ളതും, അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ഏരിയാസ് ആണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് ഫണ്ണി ബോയ്. അതായത് 8 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ 2022-23 എക്സാംസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 3 ഡിറ്റക്റ്റീവ് സയൻസ് ആൻഡ് ഫിക്ഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് ദ മർഡർ ഓഫ് റോജർ ആക്രോയിഡ് ആൻഡ് ദ വൺസ് ഹു വാക്ക് അവേ ഫ്രം ഒമീലാസ്. ഈ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് മൊത്തം 7 to 9 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഫോക്കസ് ഏരിയാസ് ബൈ ക്വസ്റ്റ്യൻ ടൈപ്പ്, അതായത് ഓരോ ക്വസ്റ്റ്യന്റെ ടൈപ്പിനനുസരിച്ച് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ ഷോർട്ട് നോട്ട്സ് ഉണ്ട്. ഷോർട്ട് നോട്ട്സ് ഏറ്റവും കൂടുതൽ ടേംസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 1 നിന്നും 3 നിന്നുമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കീഷ്, സയൻസ് ഫിക്ഷൻ, അങ്ങനത്തെ ടേംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി മീഡിയം ലെങ്ത് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് യങ് അഡൽട്ട് ഫിക്ഷനും അതുപോലെ മിത്സ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ, ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെയാണ്. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ഇപ്പൊ ഫണ്ണി ബോയ് അല്ലെങ്കിൽ ഭീമയാന, ബ്ലൂ അംബ്രല, ഈ ഒരു വർക്ക്സിൽ നിന്നൊക്കെ എസ് എ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷിഫ്റ്റ്സ് ഇൻ ഫോക്കസ്. റീസെന്റ് എക്സാംസ് ഹാവ് ഇൻക്രീസ്ഡ് അറ്റൻഷൻ ടു ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി തീംസ് ഇൻ ഫണ്ണി ബോയ്, ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചസ് ഇൻ ബ്ലോക്ക് 4 എക്സാം ലിറ്ററേച്ചർ ആൻഡ് സിനിമ. അതായത്
ഇപ്പൊ ഈ അടുത്തായിട്ടുള്ള നമ്മൾ എക്സാംസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ജെൻഡറും സെക്ഷുവൽ തീംസ് ഉണ്ട്. ഫണ്ണി ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നിന്നുള്ള ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി തീംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ബ്ലോക്ക് 4 ആ ഒരു ലിറ്ററേച്ചർ ആൻഡ് സിനിമ ബേസ്ഡ് ബ്ലോക്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എക്ക് വരുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 20%. അതിൽ കോമൺ ആയി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്താണ്? ലിറ്റററി ടേംസ്, ജോണർ, ഡെഫിനിഷൻസ്, ഇതൊക്കെയാണ്. ഈ സെക്ഷൻ ബിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 20%. അതിൽ നിന്ന് ചോദിക്കുന്ന കോമൺ ടോപ്പിക്സ് എന്തൊക്കെയാണ്? ടെക്സ്റ്റുവൽ തീംസ്, തിയറീസ്, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സെക്ഷൻ സി ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, അതായത് 60% ആണുള്ളത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കോംപ്രിഹെൻസീവ് ടെക്സ്റ്റുവൽ അനാലിസിസ് ആണ്. ഇനി നമ്മൾ മാർക്സ് അലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്സ് ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻസ് ലെവലും നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ ബ്ലോക്ക് 1ൽ നിന്നൊരു മീഡിയം ലെവലാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ്. അതായത് ബ്ലോക്ക് 2 ഒക്കെ നമ്മൾ അത്രയും പഠിക്കണം. ബ്ലോക്ക് 3യും ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ്. ബ്ലോക്ക് 4 എന്ന് പറഞ്ഞാൽ മീഡിയം ടു അതായത് മോഡറേറ്റ് ലെവലാണ് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നമ്മളൊരു വിഷ്വൽ റെപ്രസെന്റേഷൻ അതായത് ബാർ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ബ്ലോക്കിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു അനാലിസിസ് ആണ്. ബ്ലോക്ക് 2ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1ൽ നിന്നും. പിന്നെ ബ്ലോക്ക് 3 ഒരു മീഡിയം ടു ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ്. ബ്ലോക്ക് 4 ഒരു മീഡിയം ലെവല് ഇമ്പോർട്ടൻസ് ആണ്. ഇനി നമ്മൾ പൈ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓരോ സെക്ഷനിലെയും മാർക്സ് നമ്മൾ പറഞ്ഞല്ലോ. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിന് നമ്മളൊരു പൈ ചാർട്ടിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് സെക്ഷൻ സി ആണ്. ഈ പിങ്ക് കളറിൽ നമുക്ക് കാണുന്നത് 60% ആണ്. പിന്നെ നമുക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും 20% തന്നെയാണ് യെല്ലോ ആൻഡ് ഓറഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ടുള്ള സ്റ്റഡി റെക്കമെൻഡേഷൻസ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എത്രത്തോളമാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. പ്രയോറിറ്റൈസ് ഹൈ വെയിറ്റ് ബ്ലോക്സ്, അതായത് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന വെയിറ്റേജ് വരുന്ന ബ്ലോക്സ് നല്ലോണം നമ്മൾ പഠിക്കുക. അതായത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3യും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കുക. അതായത് ഫണ്ണി ബോയ്, മർഡർ ഓഫ് റോജർ ആക്രോയിഡ്, ഈ വർക്ക്സ് ഒക്കെ നല്ലോണം പഠിക്കാം. പിന്നെ ബാലൻസ് തിയറി ആൻഡ് ടെക്സ്റ്റ്, അതായത് നമുക്ക് തിയററ്റിക്കൽ കോൺസെപ്റ്റും ടെക്സ്റ്റുവൽ അനാലിസിസും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് തിയറി കോൺസെപ്റ്റ്സ് നമ്മൾ ആ ടെക്സ്റ്റുവൽ അനാലിസിസിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യണം. അതുപോലെയാണ് പ്രാക്ടീസ് റൈറ്റിംഗ്, അതായത് നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ട്സിനൊക്കെ വേണ്ടിയിട്ട് പ്രിസൈസ് ആയിട്ട്, അതായത് ഷോർട്ടും എന്നാൽ കറക്റ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ആൻസേഴ്സ് എഴുതാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ എസ്സേസ് എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആർഗ്യുമെന്റ് സ്റ്റൈലിൽ എഴുതാനും നമ്മൾ പഠിക്കണം. അടുത്തതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു ഫ്രീക്വൻസിയും അതിന്റെ മാർക്സും ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഡിഫൈൻ പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ അത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് സെക്ഷൻ ബിയിലെ ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസ്കസ് ദി ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്റററി മെറിറ്റ് ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ, ഈ ഒരു ക്വസ്റ്റ്യനും 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതും 10 മാർക്സിലെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്.
അടുത്തതാണ് സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ലിറ്റററി കാനോൺ, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം പോപ്പുലർ ക്ലാസിക്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് 10 മാർക്സിലും ചോദിച്ചിട്ടുണ്ട്, 20 മാർക്സിലും, അതായത് സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് യൂണിറ്റ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി സോഷ്യോളജിക്കൽ റീഡിംഗ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ വിത്ത് എക്സാമ്പിൾസ്. ഇത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇതും സെക്ഷൻ സിയിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1-ൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് ട്രേസ് ദി ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഓവർ ദി സെഞ്ചുറീസ്. ഇത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ്, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഡിസ്കസ് ദി റോൾ ഓഫ് ഫാന്റസി നോവൽസ് ഇൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഇത് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അനലൈസ് ദി യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് വേർഡ് പ്ലേ ഇൻ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് എസ്എ ക്വസ്റ്റ്യൻ 20 മാർക്സിനും പിന്നെ നമുക്ക് മീഡിയം ലെങ്ത് ആയിട്ട് 10 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ യൂണിറ്റ് 4-ലെ ഫണ്ണി ബോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ബിൽഡിംഗ് സങ് റോമൻ റീഡിംഗ് ഓഫ് ഫണ്ണി ബോയ്. ഈ ഒരു ക്വസ്റ്റ്യൻ 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ. ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ക്രൈം ഫിക്ഷൻ ആൻഡ് ഡിസ്കസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ലിറ്റററി കാനൺ. ഇത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള അഗത ക്രിസ്റ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കലി അനലൈസ് എ നറേറ്റീവ് സ്ട്രാറ്റജി യൂസ്ഡ് ഇൻ ദ മർഡർ ഓഫ് റോജർ ആക്രോയിഡ്. ഇത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 4ാമത്തെ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഡിസ്കസ് ദ വൺസ് ഹു വാക്ക് അവേ ഫ്രം ഒമേലാസ് ആസ് എ പോസ്റ്റ് മോഡേണിസ്റ്റ് പാരബിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ 3 തവണ ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 4ാമത്തെ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ അനലൈസ് ഹൗ ഭീമയാന എംപ്ലോയീസ് ഗോണ്ട് ആർട്ട് ഇൻ ഇറ്റ്സ് നറേറ്റീവ്. ഇത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് കാസ്റ്റ് റെപ്രസെന്റേഷൻ ഇൻ ഭീമയാന. ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ നമുക്ക് 4ാമത്തെ യൂണിറ്റിൽ ഇവാലുവേറ്റ് ദ ബ്ലൂ അംബ്രല ആസ് എ ക്രിയേറ്റീവ് അഡാപ്റ്റേഷൻ. ഇത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടോപ്പിക്സിന് മാർക്സ് വരുന്നത് എങ്ങനെയാന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിന് 10 to 20 മാർക്സിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ ഏരിയാസ്, ലിറ്റററി കാനണും പോപ്പുലർ ലിറ്ററേച്ചർ. സെക്കൻഡ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഫണ്ണി ബോയ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഈ ടോപ്പിക്സിൽ നിന്ന് 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 3 നമ്മൾ എടുക്കുകയാണെങ്കിൽ മർഡർ ഓഫ് റോജർ ആക്രോയിഡ്, സയൻസ് ഫിക്ഷൻ. ഈ ഒരു ഏരിയാസിൽ നിന്ന് 20 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4-ൽ നിന്നും ഇതേപോലെ 20 മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റെക്കമെൻഡേഷൻ ഫോർ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ ഫണ്ണി ബോയ് ആൻഡ് ഭീമയാന. ദീസ് ടെക്സ്റ്റ് ഫ്രീക്വന്റ്ലി അപ്പിയർ ഇൻ എസ്എ ലെങ്ത് ക്വസ്റ്റ്യൻസ് മേക്കിംഗ് ദം ക്രിട്ടിക്കൽ ഫോർ പ്രിപ്പറേഷൻ. അതായത് എസ്എ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് 20 മാർക്സിനാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് ഫണ്ണി ബോയും ഭീമയാനയും. അടുത്തത് പ്രിപ്പയർ ലിറ്റററി ആൻഡ് തിയററ്റിക്കൽ ഫ്രെയിംവർക്സ്. Questions on the literary canon, sociological readings and postmodernist themes are regularly featured. അതായത് ഈ ഒരു ലിറ്റററിയും തിയററ്റിക്കൽ ഫ്രെയിംവർക്സും നല്ലോണം നമ്മൾ പഠിക്കുക. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റിവൈസ് കീ ടെക്സ്റ്റുവൽ അനാലിസിസ്, ദ മർഡർ ഓഫ് റോജർ ആക്രോയിഡ്, നറേറ്റീവ് ടെക്നിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്, ലാംഗ്വേജ് ആൻഡ് തീമാറ്റിക് ഡെപ്ത്. അപ്പൊ ഈ ഒരു 2 വർക്സിൽ ഫസ്റ്റ് മർഡർ ഓഫ് റോജർ ആക്രോയിഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ നറേറ്റീവ് ടെക്നിക്സും പിന്നെ ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെ കൺവെൻഷൻസും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ ഒരു ലാംഗ്വേജ് ആൻഡ് തീമാറ്റിക് ഡെപ്ത് ഓഫ് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഐഡന്റിഫൈ ട്രെൻഡ്സ് ഇൻ മാർക്ക് അലൊക്കേഷൻ. ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ബ്ലോക്ക് 2 and 3. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ബ്ലോക്ക് 1. അതായത് ഏറ്റവും കൂടുതൽ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡും തേർഡ് ബ്ലോക്കിൽ നിന്നാണ്. അതുപോലെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ബ്ലോക്ക് 1-ൽ നിന്നാണ്. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഓരോ ബ്ലോക്കിൽ നിന്നും എങ്ങനെയാണ് അതിന്റെ ഒരു നമ്മൾ പ്രഡിക്ഷൻ ചെയ്യാൻ പോവാണ്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക എന്നുള്ളത് പോലെ. അപ്പൊ അത് ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ വി ഹാവ് ഡിഫൈനിങ് പോപ്പുലർ ലിറ്ററേച്ചർ. ഈ ഒരു ടോപ്പിക് ഹൈ പ്രോബബിലിറ്റി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഷോർട്ട് നോട്ട്സിലും മീഡിയം ലെങ്ത് ക്വസ്റ്റ്യൻസിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ലിറ്റററി കാനൺ വേഴ്സസ് പോപ്പുലർ ക്ലാസിക്സ് എന്നുള്ള ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഹൈ ഇമ്പോർട്ടന്റ് ആണ്, ഹൈ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിലും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സോഷ്യോളജിക്കൽ റീഡിംഗ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. അപ്പൊ അത് ഇങ്ങനെ എസ്എ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റീസെന്റ് നടന്ന എക്സാംസിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറും
എന്നുള്ള ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ അത് ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ്. അപ്പൊ അത് എസ് എ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, കാരണം അതിനൊരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് കാരണമാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ബിൽഡിങ്സ് ഇൻ റോമൻ ഇൻ ഫണ്ണി ബോയ്, ഇതും ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ്. അതായത് ഈ ഒരു കോഴ്സിന് തന്നെ ഏറ്റവും സെൻട്രൽ ടെക്സ്റ്റ് ആണ്. എസ് എ ക്വസ്റ്റ്യൻസിലും തീമാറ്റിക് ഡിസ്കഷനിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയുള്ളതാണ് വേർഡ് പ്ലേ ഇൻ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. അപ്പൊ ഇതൊരു ലിംഗ്വിസ്റ്റിക് ക്രിയേറ്റിവിറ്റി അതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മോഡറേറ്റ്ലി ഒരു മീഡിയം ലെവലാണ് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ളത്. ബ്ലോക്ക് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ നറേറ്റീവ് സ്ട്രാറ്റജി ഇൻ ദ മർഡർ ഓഫ് റോജർ ആക്രോയിഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക് ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ്. അപ്പൊ ഇത് എസ് എ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെയുള്ളതാണ് ദ വൺസ് ഹു വാക്ക് അവേ ഫ്രം ഹൊമേലാസ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ്. അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പോസ്റ്റ് മോഡേൺ തീംസും അതുപോലെ തീമാറ്റിക് എസ്സേസിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. അതുപോലെ ബ്ലോക്ക് 4 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗോണ്ടാർട്ട് ആൻഡ് ഭീമയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഹൈ ഇമ്പോർട്ടൻസ് ലെവലുള്ള ടോപ്പിക് ആണ്. അപ്പൊ അത് ഇതിന്റെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്പീലും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി അഡാപ്റ്റേഷൻ ഓഫ് ബ്ലൂ അംബ്രല്ല നോക്കുകയാണെങ്കിൽ ഇത് എസ് എ ക്വസ്റ്റ്യൻസിൽ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, പക്ഷെ എപ്പോഴും ചോദിക്കാറില്ല, ബട്ട് സ്റ്റിൽ മീഡിയം ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇനി നമ്മൾ വിഷ്വൽ പ്രോബബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് പൈ ചാർട്ടിലൂടെ നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 2 നിന്ന് നമുക്ക് ബ്ലോക്ക് 1 നിന്ന് 20%, ബ്ലോക്ക് 2 നിന്ന് 30%, ബ്ലോക്ക് 3 അതുപോലെ 30% ആണ്. ബ്ലോക്ക് 4 നമുക്ക് 20% ആണ്. നമുക്ക് പിങ്ക് ഓരോ കളേഴ്സ് കാണല്ലോ, പിങ്ക്, റെഡ്, യെല്ലോ ആൻഡ് ഓറഞ്ച് ആയിട്ട് കാണുന്നത്. സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട സംഭവങ്ങളെ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ്. അതായത് ഇപ്പൊ നമ്മൾ ഫണ്ണി ബോയ് അല്ലെങ്കിൽ ഭീമയാന ഈ ഒരു ഏരിയാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് മോഡേൺ അനാലിസിസിന്റെ ബേസിസിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അപ്പൊ ഇത് പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തീമാറ്റിക് ഡിസ്കഷൻസ് അതുപോലെ എസ്സേ ലെങ്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടതും പാസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിക്കാം. ഇനി മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വേർഡ് പ്ലേ ഇൻ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്, അഡാപ്റ്റേഷൻ ഓഫ് ബ്ലൂ അംബ്രല്ല, അപ്പൊ ഈ ഒരു ടോപ്പിക്സ് നമ്മൾ ആ ഒരു ലെവലിൽ പഠിക്കുക. ആൻഡ് ഇതിനൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആവശ്യമുള്ള കറക്റ്റ് പഠിക്കാനുള്ള നോട്ട്സും റിവിഷൻ ടൈമും അതിന് കൊടുക്കുക. ഇനി നമ്മൾ ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ്, അതായത് വരാൻ ചാൻസ് കുറവാണെങ്കിൽ നമ്മൾ അതൊക്കെ എന്താ ബ്ലോക്ക് 1-ലേതാണ് നമുക്ക് കുറവുള്ളത്. പക്ഷെ എന്നാലും അതിലും എന്താ പറയാ ബ്രീഫായിട്ട് പഠിക്കാൻ നോക്കുക. പക്ഷെ തീരെയായിട്ട് അത് ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ എന്താ പറയാ അങ്ങനെ ആവരുത്, ആവശ്യമുള്ള ടൈം കൊടുത്തിട്ട് പഠിക്കാം. ഇനി നമ്മൾ ജസ്റ്റിഫിക്കേഷൻസ് ഫോർ പ്രഡിക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ്, അതായത് മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഫണ്ണി ബോയ്, മർഡർ ഓഫ് റോജർ ആക്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അത്രയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെന്തായാലും ഫ്രീക്വന്റ്ലി ചോദിക്കും. അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി തീംസ് ആണ് ഗോണ്ടാർട്ട് ആൻഡ് ഭീമയാന. അപ്പൊ ഇതൊക്കെ ഇഗ്നോന്റെ ഒരു ക്രോസ് കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ നെറേറ്റീവ്സിന് ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെയാണ് സിലബസ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പോ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഗ്രാഫിക് നെറേറ്റീവ്സ് ഈ ഒരു യൂണിറ്റ് എന്താണ് നമ്മുടെ എക്സാം പ്രിഫറൻസ്, അതായത് തീമാറ്റിക് ഡെപ്തിലുള്ള എക്സാം പ്രിഫറൻസിനെയാണ് ക്ലോസ്ലി അലൈൻ ചെയ്യുന്നത്.
അതുപോലെ എമേർജിംഗ് ടോപ്പിക്സ്, അതായത് ഇപ്പൊ നമ്മൾ എമേർജിംഗ് ആയിട്ട് വരുന്നത്, അതായത് പോസ്റ്റ് മോഡേണിസം, അതായത് അഡാപ്റ്റേഷൻ സ്റ്റഡീസ്, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എമേർജിംഗ് ആയി വരുന്നതുകൊണ്ട് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ടിപ്സ് ഫോർ പ്രിപ്പയറിംഗ് ഹൈ പ്രോബിലിറ്റി. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ ചാൻസ് ആയി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, റൈറ്റിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എഴുതി തന്നെ നമ്മൾ പഠിക്കുക എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതുപോലെ തീമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്സും, അതായത് ഓരോ ടോപ്പിക്സിൽ വരുന്ന എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മോട്ടീവ്സ് എന്താണ്, അതിന്റെ സോഷ്യൽ കൺസ്ട്രക്ട്സും ആർട്ടിസ്റ്റിക് റെപ്രസെന്റേഷനും ഒക്കെ നോക്കുക. അതുപോലെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഓക്കെ, മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതുപോലെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് എങ്ങനെയാണ് ഈ ഒരു ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷനിൽ BGC 106 വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 100 മാർക്സിന് 3 hours പ്രോപ്പർ എക്സാമിനേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്താ, നമ്മൾ എക്സാമിന് കാണുന്ന പോലെ എല്ലാ സെക്ഷൻസും കമ്പൽസറി ആണ്. ഓരോ ക്വസ്റ്റ്യൻസിനും വേർഡ് ലിമിറ്റ് വെച്ച് ആൻസർ ചെയ്യുക. അതുപോലെ മാർക്ക് അലൊക്കേഷൻസും ഉണ്ട് ഓരോ സെക്ഷനും. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പൊ ഷോർട്ട് നോട്ട്സിൽ നമുക്കറിയാം 6 ക്വസ്റ്റ്യനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്? പോസ്റ്റ് മോഡേണിസം ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ, the role of mass culture in defining popular literature, the concept of highbrow and lowbrow in literature. Fourth question, utopian themes in science fiction, the impact of digital text on contemporary popular literature, the use of satire in graphic narratives. ഇനി അടുത്ത സെക്ഷൻ ബി നോക്കുകയാണെങ്കിൽ two questions ആണ് നമ്മൾ 250 words എഴുതേണ്ടത്. Question is, analyze the relationship between the literary canon and popular classics using examples. അടുത്തതാണ് ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് യങ് അഡൽട്ട് ലിറ്ററേച്ചർ വിത്ത് റെഫറൻസ് ടു കീ തീംസ് ആൻഡ് സൊസൈറ്റൽ ഇമ്പാക്ട്സ്. അടുത്തതാണ് എക്സാമിൻ ദ റോൾ ഓഫ് വിഷ്വൽ എലമെന്റ്സ് ഇൻ ഭീമയാന ആസ് എ ഗ്രാഫിക് നറേറ്റീവ്. അടുത്തത് എക്സ്പ്ലോർ ദ ആംബിഗ്വിറ്റീസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ക്രിയേറ്റിവിറ്റി ഇൻ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്. ഈ 4 ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ ആണ് എഴുതാനുള്ളത്. അടുത്താണ് സെക്ഷൻ സി. ഇതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതാനുള്ളത് 6 ക്വസ്റ്റ്യൻസിൽ നിന്ന്. അപ്പൊ അതിലാണ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് 500 words ആണ് നമ്മൾ എഴുതേണ്ടത്. Critically analyze Funny Boy as a building song Roman. After that, discuss the narrative strategies employed in Agatha Christie's The Murder of Roger Ackroyd and their contribution to detective fiction. After that, explore the representation of postmodern themes in Ursula K. Le Guin's The Ones Who Walk Away from Omelas. Examine the historical evolution of children's literature, highlighting its impact on contemporary works. Analyze the interdisciplinary significance of Gond art in Bhimyana. Evaluate Vishal Bharadwaj's The Blue Umbrella as a creative adaptation of Ruskin Bond's novella. ഇതാണ് 6 questions. 3 questions ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ ഇതാണ് അപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോ ഇങ്ങനെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ എല്ലാ ടോപ്പിക്സും മനസ്സിൽ വെച്ചുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് exams എഴുതുക. So all the very best for all those who are attending the exam in December term and examination. So that's all. Thank you so much. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.